നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി ആരാ? എറണാകുളത്തെ വൈറ്റിലെ ഗുണ്ടയോ? ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി ചർച്ച ചെയ്യാതെ അമ്മ എക്സിക്യൂട്ടീവ് യോഗം. ദല്ലാൽ നന്ദകുമാറും ശ്വേതാ മേനോനുമായിട്ടുള്ള ബിസിനസ് എല്ലാം ബോംബെയിലാണെന്ന് ഞാൻ പറയും. സാഹചര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. പ്രസിഡന്റ് ശ്വേതാ മേനോനാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന നിലപാടെടുത്തത്. മറ്റംഗങ്ങൾ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇവരുടെ ഇടപാടുകൾ എറണാകുളം വെണ്ണയിലാണോ ബോംബെയിലാണോ എന്ന് എനിക്ക് അന്വേഷിക്കാനുള്ള ശേഷിയൊന്നുമില്ല. രശ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും ടിനിയെ ജയിലിൽ കയറ്റാനാണോ ശ്രമമെന്നും ശ്വേത യോഗത്തിൽ ചോദിച്ചു. ഹലോ, ഞാൻ മുകേഷ് മാധവ്. പറയാതിരിക്കാൻ വയ്യ, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്തിനാണ്? കുറേ നാളുകളായിട്ട് അൻസിബയുടെയും ടിനി ടോമിൻ്റെയും വിഷയം ഇങ്ങനെ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതു ചർച്ചകളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ അൻസിബയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്ന മാനസിക വിഷമം അത് നമ്മളെല്ലാം കണ്ടതാണ്. അത് ആ പെൺകുട്ടി വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന് പറയുമ്പോഴെല്ലാം നമ്മളെല്ലാം കണ്ടതും അതിനെക്കുറിച്ച് എല്ലാ മീഡിയയും അതുപോലെ തന്നെ ജനങ്ങളും ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇക്കാര്യം അമ്മ ചർച്ച ചെയ്യുന്നില്ല. അതായത് പ്രസിഡന്റായ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുകയാണ്, ഇത് അമ്മയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അൻസിബയ്ക്ക് കുറേ സമയം കൊടുത്തിരുന്നു, ആ സമയമൊന്നും ഉപയോഗിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്വേതാ മേനോൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ടിനിയെ ജയിലിൽ കയറ്റാൻ വേണ്ടിയാണോ ഇതിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതെന്ന്. ഇവിടെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആണോ? ഒരു അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണോ തീരുമാനം എടുക്കേണ്ടത്? അമ്മയിലെ അംഗങ്ങളെ എല്ലാം തുല്യരായിട്ട് വേണം കാണാൻ. അവിടെ ടിനി ടോമിനെ ജയിലിൽ കയറ്റണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അമ്മയല്ല, അതുപോലെ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനും അല്ല. അവിടെ 2 അംഗങ്ങൾ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് നോക്കി വേണം അമ്മയിൽ നിന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ, ആര് കുറ്റം ചെയ്തു എന്ന്. അതും 2 അംഗങ്ങളെയും ഒരുപോലെ കണ്ടു വേണമായിരുന്നു ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട എന്ന് ശ്വേതാ മേനോൻ തീരുമാനമെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ടിനി ടോമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെയൊക്കെ വ്യക്തമാവുന്നത് അൻസിബയെ ആരൊക്കെയോ പേടിക്കുന്നു എന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ അൻസിബ പലതും തുറന്നു പറയുന്നത് പലർക്കും പ്രശ്നമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു കാര്യം പറയാമല്ലോ, ഈ ഒരു പ്രസിഡന്റ് അവിടെ നിൽക്കുമ്പം അവിടെ ഒന്നും നടക്കാൻ പോകുമെന്നും തോന്നുന്നില്ല. ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് ഇനിയും പീഡനം അനുഭവിക്കേണ്ടി വരും, അവർക്ക് മാനസിക വിഷമം ഉണ്ടാവും, അവരാരും തുറന്നു പറയത്തുമില്ല. കാരണം തുറന്നു പറഞ്ഞാൽ അൻസിബയ്ക്ക് പറ്റിയ അതേ അവസ്ഥയായിരിക്കും ബാക്കിയുള്ളവർക്കും ഉണ്ടാകുന്നത്. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയിലെ പെൺകുട്ടികൾക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല, എപ്പോഴും അമ്മ പുരുഷന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്, അതും ഒരു സ്ത്രീ. പലരും സ്ത്രീകൾ വരണം, മുന്നിൽ വരണമെന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ സ്ത്രീ വന്നപ്പോഴും അവിടെയുള്ള സ്ത്രീകൾക്ക് രക്ഷയില്ല എന്ന തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ വാർത്തയൊന്ന് കേട്ടോ, അപ്പോൾ കുറച്ച് കാര്യം കൂടി വ്യക്തമാവും. അതായത് അൻസിബയുടെ പരാതി, ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മയ്ക്ക് നൽകിയ പരാതി, ആ പരാതി ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. അത് നിലവിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഈ നേതൃത്വത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബയ്ക്ക് നിരവധി അവസരങ്ങൾ ഇതിനു മുൻപ് പരാതി പറയുന്നതിനോ അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ലഭ്യമായതാണ്. പിന്നീട് ഇപ്പോൾ വന്ന ഇത്തരത്തിൽ ഒരു പരാതി നൽകി ആ പരാതിന്മേൽ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് അമ്മയുടെ ഇപ്പോഴത്തെ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് അമ്മ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. പിന്നീട് ഒരു ആവശ്യം 1-ാം തീയതിയോ അതല്ലെങ്കിൽ 3-ാം തീയതിക്കുള്ളിലോ ഏതെങ്കിലും ഒരു ദിവസം അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഇരുന്ന് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ അൻസിബയെ കേൾക്കാൻ തയ്യാറാണെന്ന് നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഈ നേതൃത്വത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തയ്യാറല്ല. ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചാൽ ആ സമിതിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് മാത്രമേ കാര്യങ്ങൾ പറയുകയുള്ളൂ എന്ന നിലപാടാണ് അൻസിബ സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാട് എടുക്കാൻ തയ്യാറല്ല. അവിടെ അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കമ്മിറ്റിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന്. അതിലെന്താണ് തെറ്റ്? കാരണം അൻസിബ ആരോപണം ഉന്നയിച്ചവരിൽ ഭൂരിഭാഗം പേരും ആ കമ്മിറ്റിയിലുള്ളവരാണ്. അങ്ങനെയുള്ളപ്പോൾ ആ കമ്മിറ്റിയിലുള്ളവരെ വെച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് കിട്ടാനാണ്? ആരെ ശിക്ഷിക്കാനാണ്? എവിടെ അൻസിബയ്ക്ക് നീതി കിട്ടാനാണ്? അതുകൊണ്ട് തന്നെയാണ് അൻസിബ പറഞ്ഞത് ഈ കമ്മിറ്റിയിലുള്ള പലരെയും വെച്ച് ചർച്ചയ്ക്ക് തയ്യാറല്ല, താൻ നിർദ്ദേശിക്കുന്ന മറ്റാരെങ്കിലും കൂടിയൊക്കെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തണം. അതിൽ അൻസിബ എടുത്തു പറഞ്ഞൊരു പേരെന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ പേരാണ്. കാരണം ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ്, അതുപോലെ തന്നെ നിഷ്പക്ഷമായി നിൽക്കും എന്നുള്ള വിശ്വാസം അൻസിബയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ചർച്ചയിൽ പലരും മാറണം, പുതിയതായിട്ട് ആരെങ്കിലും വരണമെന്ന്. ഇതിനെക്കുറിച്ചൊന്നും അമ്മയുടെ പ്രസിഡന്റിന് ഒരു ധാരണയില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് എന്നാണ് ഞാൻ ചോദിച്ചു പോകുന്നത്. ഇവരൊരു ഡമ്മി പീസാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലാതെ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇല്ലാത്തതിൽ കൂടുതൽ ദുരനുഭവം ഇപ്പോൾ അമ്മയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഉണ്ടാവുന്നത്. എന്തൊക്കെ അവീതങ്ങളാണ് പടച്ചുവിടുന്നത്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ അവിടുത്തെ പ്രസിഡന്റിന് കഴിവുമില്ല. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ ചർച്ച ചെയ്യാനും അവർ തയ്യാറല്ല. പിന്നെ എന്തിനാണ് ഈ പ്രസിഡന്റ്? ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അൻസിബ രാജിവെച്ച് പോയത്. ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, പറഞ്ഞാലും ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് മുൻവിധി ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും അൻസിബ ഒന്നും പറയാതെ രാജിവെച്ച് പോകാൻ തീരുമാനിച്ചത്. ഇവിടെയൊക്കെ അവരുടെ കൂടെയുള്ള പലർക്കും അറിയാം അവിടെ എന്താണ് നടക്കുന്നത്, ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നൊക്കെ പലർക്കും അറിയാം. പലരും ഇപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശാന്തിവിള ദിനേശൻ. അദ്ദേഹം ആരുടെയും മുഖം നോക്കത്തില്ല, ഉള്ള കാര്യം അതുപോലെ എടുത്തങ്ങ് പറയും. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പോൾ ഇയാൾ അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിൻ്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിനി ടോമിന് എന്ന് പറയാം. മോശമായി പോയി ടിനി നിങ്ങളുടെ നീക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തിവിള ദിനേശൻ ടിനി ടോമുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. എന്നിട്ടും ടിനിയുടെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞു. അതായത് ശാന്തിവിള ദിനേശൻ തന്നെ അറിയാം ടിനി എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ല വ്യക്തിയല്ല എന്ന്. ഇത് എൻ്റെയോ നിങ്ങളുടെയോ അഭിപ്രായമല്ല, കൂടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. അതും ആലോചിക്കണം. അൻസിബ മാത്രമല്ല ടിനിക്കേരെ പരാതി നൽകിയിരിക്കുന്നത്, നീനാക്കുറുപ്പ് പരാതി നൽകിയിരിക്കുന്നു. നീനാക്കുറുപ്പൊക്കെ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ്. ഇതിൽ പരാതി നൽകിയ 2 സ്ത്രീകളും നേതൃത്വത്തിലുള്ളവരാണ്. എന്നിട്ടും ടിനി ടോമിനെ ഇപ്പോഴും അവിടെ വാഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ ചെയ്യുന്നത്. അമ്മയുടെ പ്രസിഡന്റ് ഇതൊന്നും കാണുന്നില്ലയോ, ഇല്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. അവരിപ്പോഴും പറയുന്നത് ടിനി ടോമിനെ പോലീസിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കണോ എന്നാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക തന്നെ വേണം, അല്ലാതെ പിടിച്ച് അടവെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് വാങ്ങിയ കാശും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പും ഒക്കെ പലരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പൈസ എങ്ങനെ വന്നെന്നും ആ ബന്ധം എവിടെ ഉള്ളതാണെന്നും ഒക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും അകത്ത് കയറേണ്ട അവസ്ഥ വരും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ശാന്തിവിള ദിനേശനും പറയുന്നത്. നീനാക്കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലുള്ള ഗുണ്ടയോ? ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കും എന്ന് പറയാൻ. നല്ല കടയിൽ കയറാത്തോണ്ടാണ് ടിനി. എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പം മാജിക് മഷ്റൂമിൻ്റെ ഓഡിയോ ലോഞ്ചിനെ എന്നെ കണ്ടപ്പോൾ ചേട്ടാ നമുക്ക് ഒന്നിച്ചിരിക്കണം കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ടിനി ടോം എന്തെല്ലാം കേസിൽ ചെന്ന് പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാ ടിനി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എറണാകുളത്തെ ചട്ടമ്പിയോ അതോ ലോക്കൽ ഗുണ്ടയോ ആണോ എന്നാണ് എനിക്ക് ആകെ ചോദിക്കാൻ തോന്നുന്നത്. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. മോനെ സിനിമയിൽ വിട്ടില്ല എന്നൊക്കെ ടിനി വീമ്പ് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ എനിക്ക് ടിനിയോട് മടുപ്പം തോന്നിയിരുന്നു. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാർ ഓടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ആ മകൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ആര്? ടിനി ടോമിൻ്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോൾ അയൽപക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടനെന്തൊരു കാര്യം. പക്ഷെ അതൊന്നും ടിനി ഓർക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് അവസാനം പറഞ്ഞാൽ രസം, ഞാൻ മനോജ് എബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞാൽ തൂക്കാൻ ചേട്ടാ എന്നാണ് എൻ്റെ പറഞ്ഞത്. മനോജ് എബ്രാഹിം എന്ന് പറഞ്ഞാൽ ഏതോ വീട്ടിൽ ജോലിക്കുന്നുണ്ട് പറയുമ്പോൾ പറഞ്ഞു അതൊരു ലോക്കൽ ചട്ടമ്പി പറയാനുള്ള രീതിയിലാണ് പറഞ്ഞത്. സംസ്ഥാന DGP ആണ്. ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് ഈ പ്രശ്നം അവനെ ഞാൻ തൂക്കും. ഇതാണ് സെറ്റപ്പ്. അല്ലാതെ മകനെ തട്ടി വിലക്കലല്ല ചെയ്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ടിനിയുടെ മോൻ്റെ അട്ടഹാസമാണ്. മുള്ളിൻ്റെ മുട്ടിൽ മുള്ളല്ലാതെ ചെമ്പകം വളരില്ലല്ലോ ടിനി. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെയൊക്കെ എല്ലായിടത്തും ടിനി ടോം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വളർച്ച കണ്ട് എല്ലാവരും അസൂയപ്പെടുകയാണെന്ന്. ഇവിടെയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ടിനി ടോമിൻ്റെ എന്ത് കണ്ടാണ് ആളുകൾ അസൂയപ്പെടേണ്ടത്? ഒരു കോമാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട്. അത് നമുക്ക് കമൻറ്റ് ബോക്സിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം എടുത്തു നോക്കിയാലും ആ ചീത്തവിളി, തെറിവിളി എല്ലാം എടുത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നസീർ സാറിനെ അപമാനിച്ചത്, നസീർ എന്ന് പറഞ്ഞ വലിയ നടൻ പടമില്ലാതെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്ത് അദ്ദേഹത്തിന് പടമില്ലായിരുന്നു, അദ്ദേഹം ആകെ ദുഃഖത്തിലായിരുന്നു എന്നൊക്കെയാണ് ടിനി ടോം മാധ്യമങ്ങളോട് പറഞ്ഞത്. അവിടേക്ക് ആലോചിക്കേണ്ടത്,
ടിനി ടോം നസീർ സാറിനെ കണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അറിയാം. അതും ആരൊക്കെയോ പറഞ്ഞത് കൊടുത്ത് കേട്ടാണ് ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പല കാര്യങ്ങളും തുറന്നടിച്ചത്. പിന്നീട് ഈ പറഞ്ഞു കൊടുത്ത ആൾ തന്നെ പറഞ്ഞു അതൊരു തമാശയ്ക്കാണെന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളപ്പോൾ കോമാളിയായത് ആരാണ്? അന്ന് ടിനി ടോം ഏറിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ ആരാണ് ടിനി ടോമിനെ രക്ഷപ്പെടുത്തിയത്? അൻസിബ എന്ന് പറയുന്ന വ്യക്തി. അൻസിബയൊക്കെ ആയിരുന്നു തോന്നുന്നു അതിൻ്റെ പിറകെ നടന്നതും ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതും ഒക്കെ. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ടിനി ടോം അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നത്. അതിന് കൂട്ടായിട്ട് കുറേ പേരും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അമ്മേനെ തന്നെ കുറേ ആളുകളുണ്ട്, ഇവരൊക്കെ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ട് എന്ന് അപ്പുറത്തൂടങ്ങ് പോവുക. അതിന് തിരിച്ചൊരു മറുപടി പറയുകയോ ഇല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്യാത്തതാണ് ഇവരെ പോലുള്ളവർ ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണവും. എന്ന് കരുതി എല്ലാവരെയും കുറ്റം പറയുകയല്ല, കുറേ പേർ അങ്ങനെ ഉണ്ട്. അവിടെയൊക്കെ രൂക്ഷമായിട്ടാണ് ശാന്തിവിള ദിനേശൻ ടിനി ടോമിനെ വിമർശിക്കുന്നത്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, അൻസിബ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കമ്മിറ്റി മെമ്പർ, എതിരില്ലാതെ തിരഞ്ഞെടുത്ത മെമ്പർ, അവർ എതിർത്തത് എന്തിനെയാണ്? വിവാദ നായകനായ ദല്ലാൽ നന്ദകുമാർ എന്നയാൾ ദൈവങ്ങളുടെ രക്ഷകനായി അമ്മയുടെ സംഗമത്തിന് താൻ ചെയർമാനായ അമ്പലത്തിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യുന്നു 75 ലക്ഷം രൂപ. കേട്ടുകേൾവിയുള്ളതാണോ ഇക്കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾക്ക് ശ്വേതമേനോൻ എന്ന നടിയെ അറിയാം, ഭർത്താവിൻ്റെ പേര് പോലും അറിയില്ല എന്ന് അയാൾ ഏഷ്യാനെറ്റിൻ്റെ മുമ്പേ ഒന്ന് പറയുന്നു. ഇന്ന് ഒരു ക്ഷേത്രം സ്പോൺസറായി വരുന്നു, അതും ഒരു വിവാദ നായകൻ. നാളെ മറ്റൊരു മഹല്ല് കമ്മിറ്റി സ്പോൺസർ അയക്കാം അമ്മയുടെ. മറ്റന്നാൾ ഏതെങ്കിലും ഒരു തിരുസഭ സ്പോൺസർ അയക്കാം. അങ്ങനെ അമ്മ എന്ന കെട്ടുറപ്പുണ്ടായിരുന്ന സംഘടനയെ വയലാർ എഴുതിയതുപോലെ ഹിന്ദുവായി ചിലർ, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാലറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് അവിടെ ഇരുന്ന് പാടേണ്ടി വരും. കെട്ടറ കെട്ടിട്ടേക്കാണല്ലോ, പാടാനുള്ള സൗകര്യക്കാരുണ്ടല്ലോ. ഇങ്ങനെ പാടിയാൽ മതി. ഹിന്ദുവായി, ഞാൻ ട്യൂണ് അറിയാത്ത ഞാൻ ആ ട്യൂണിൽ പാടി കൊളാവും. മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാലറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് പാടണമായിരിക്കും. അത് ചൂണ്ടിക്കാണിച്ചവളെ ഈ അപകടം നമ്മുടെ സംഘടനയിൽ വരാതിരിക്കണം എന്ന് ചിന്തിക്കാതെ, ആഹാ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് 75 ലക്ഷം രൂപ ദൈവങ്ങൾക്ക് മോശ സമയമായതിനാൽ തരുമ്പോൾ നീ എതിർക്കുന്നോടി, എന്നാൽ നീ ജിഹാദിയാണ്, നീ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്ന് ചാപ്പ കുത്തുന്നത് കടന്ന കൈയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പറഞ്ഞുണ്ട് അൻസിബയെയും സരയുവിനെയും കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച ആളായിരുന്നത്രേ ടിനി ടോം. നമുക്കുള്ളതുള്ളതല്ലേ പറയാൻ പറ്റും. മനുഷ്യച്ച് പറയുകയാണ്, തെരഞ്ഞെടുപ്പിന് പാനൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കമ്മിറ്റി കൊണ്ടുവരണം, മിടുക്കരാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആളാണത്രേ ടിനി ടോം. ഒരുപക്ഷെ അവിടെയൊക്കെ ടിനി ടോം പറയുന്നത് കേട്ട് അവർ നിന്നോളും, മറുത്തൊന്നും പറയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ടിനി ടോം അവരെ നിർദ്ദേശിച്ചത്. പക്ഷേ അൻസിബയുടെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻസിബ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. കാരണം ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സ്ഥാനത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുന്ന ഒരു വ്യക്തിയല്ല അൻസിബ. കാരണം അതിൽ തെറ്റൊട്ടും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ അൻസിബ നിന്ന് പോരാടുകയും ചെയ്യും. അവിടെ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കാനൊന്നും അൻസിബ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് ബിഗ് ബോസ് കണ്ടവർക്ക് തോന്നത്തില്ല. അതേ ഒരു രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ടിനി ടോം പറയുന്നതെല്ലാം കേട്ട് അൻസിബയൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചായിരിക്കും അൻസിബയെ കൊണ്ടുവന്നത്. പിന്നീടാണ് മനസ്സിലായത് അൻസിബ കാര്യമുള്ള കാര്യത്തിനെ നിൽക്കത്തുള്ളൂ, അതുപോലെ തന്നെ അൻസിബയുടെ അടുത്ത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ആയിരിക്കണം അൻസിബ പല കാര്യങ്ങളും ടിനി ടോമിനെ ചോദ്യം ചെയ്തതും അൻസിബയ്ക്കെതിരായിട്ട് തിരിഞ്ഞത്. ഇവിടെയൊക്കെ അൻസിബ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നാളെ അവർക്കുള്ളൊരു അധികാരമായിരിക്കും. അതുപോലെ തന്നെ അമ്മയെന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും അടങ്ങിയ ഒരു അസോസിയേഷനാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു മതത്തിന് മാത്രം സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് ചർച്ചയാവും, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞതിനാണ് ടിനി ടോമിനും മറ്റുള്ളവർക്കും ഇഷ്ടമല്ലാതായിപ്പോയത്. അതിൻ്റെ ഫലമായിട്ടാണോ അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തതെന്ന് അൻസിബ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയത്തില്ല. ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ് ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അഭിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. പറയുന്നവൻ മാന്യനായിരിക്കണം. എനിക്ക് പറഞ്ഞോട്ടെ, ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അഭിഹിതകാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. അവിടെയൊക്കെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയ കൊടുത്ത കേസാണ്. ലക്ഷ്മിപ്രിയ കേസ് കൊടുക്കാനുള്ള സാഹചര്യമൊക്കെ നമ്മൾ കേട്ടതാണ്. ഏതോ ഒരു മെസ്സേജ് അൻസിബ അയച്ചു. അതായത് വാട്സപ്പിലേക്ക് ഇയാളുമായിട്ട് ദുബായിൽ വെച്ച് ഫോട്ടോ എടുത്തോ എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനാണ് അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുമോ? ഇവിടെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി അമ്മയിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പലരും തുറന്നു പറഞ്ഞതാണ്. ഡാഷ് മോളെ, നിൻ്റെ അമ്മയുടെ ഡാഷ് എന്നൊക്കെ പറഞ്ഞ വ്യക്തി അതുപോലെ തന്നെ ഉപദ്രവിക്കാൻ ചെന്നു, തന്നെ ഭയപ്പെടുത്തുന്നു. അതും ഒരാളല്ല പറയുന്നത്, 2 പേര് പറഞ്ഞിട്ട് പോലും
അമ്മയിൽ നിന്ന് ഒരു പ്രതികരണവുമില്ല, അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നാൽ അൻസിബ ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേന് ലക്ഷ്മിപ്രിയ കേസ് കൊടുക്കുകയും ചെയ്തു. ഈ കേസെടുത്ത SI ഇപ്പം കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടേക്ക് അൻസിബയുടെ മെസ്സേജ് കണ്ട് ഭർത്താവ് ഉപദ്രവിച്ചു എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്നാൽ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യുകയോ ഹസ്ബൻഡിനെതിരെ കേസെടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടെയൊക്കെ മെസ്സേജ് അയച്ച അൻസിബയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 3 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് അൻസിബ പറയുന്നത്. അതായത് 3 മണിക്കൂർ തന്നെ ആക്ഷേപിച്ചു, തന്നെ മുൻമുനയിൽ നിർത്തി പല ക്വസ്റ്റ്യനും ചോദിച്ച് തന്നിൽ കുറ്റം അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ അൻസിബ ചോദിക്കുന്നുണ്ട്, ഗാർഹിക പീഡനത്തിനല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? അങ്ങനെയെങ്കിൽ ആ ഗാർഹിക പീഡനം ചെയ്ത ആ വ്യക്തി, അതായത് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിനെതിരെ കേസെടുത്തോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പം അവിടെയുള്ള SI പറയുന്നത്, അത് ഞങ്ങൾ ചെയ്തോളാം, അതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഇവരുടെ കുടുംബം താറുമാറാക്കിയത് അൻസിബയുടെ ആ മെസ്സേജാണ്, അത് അയച്ചത് തെറ്റായിപ്പോയി, അതുമൂലം ലക്ഷ്മിപ്രിയയ്ക്ക് വളരെയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്ന് എഴുതി കൊടുക്കണമെന്നൊക്കെയാണ് ആ SI പറഞ്ഞത്. അവിടെയൊക്കെ സഖി കെട്ട് കടുത്ത മാനസിക സംഘർഷത്തിൻ്റെ പുറത്തും അങ്ങനെയൊക്കെ അൻസിബ എഴുതി കൊടുത്തു. ഇവിടെ അൻസിബ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ എഴുതി വാങ്ങിച്ചത് ശരിയാണോ എന്ന് അറിയത്തില്ല. ഒരു കേസ് പോലും എടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ രീതിയിലൊക്കെ കൊണ്ടുപോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിനേറെ അൻസിബ കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ചോദ്യം ചെയ്ത SIയും അതുപോലെ തന്നെ ഗാർഹിക പീഡനം നടത്തിയ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡും ലക്ഷ്മിപ്രിയയൊക്കെ ഇതിന് ഉത്തരവാദിയായിട്ട് വരികയും ചെയ്യും. അതായത് കുറ്റം ചെയ്യാത്ത ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ദ്രോഹിച്ചപ്പോൾ അതിനെന്തായാലും തിരിച്ച് പണി കൊടുക്കേണ്ടതല്ലേ? ആ പണിയാണ് ഇപ്പോൾ അൻസിബ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോയ ഒരു വ്യക്തിയാണ്. അമ്മയിൽ നടന്ന കാര്യങ്ങളെല്ലാം മൂടി വെച്ച് ഇവിടെ നിന്ന് പോകാം, ആരോടും ഒരു വിദ്വേഷം വേണ്ട, തൻ്റെ വർക്കിനെ അത് ബാധിക്കും, തൻ്റെ ബന്ധങ്ങൾ തകരും, താനൊരു പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ചില്ല, നിരവധി ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അൻസിബ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോയത്. അങ്ങനെ ഇട്ടെറിഞ്ഞ് പോയൊരു വ്യക്തി 1 മാസം മുമ്പ് അയച്ചൊരു മെസ്സേജുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ അവരെ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് അൻസിബ കേസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അൻസിബ രണ്ടാമത് തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ പലർക്കും പൊള്ളും, പല കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അൻസിബ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തയും കൂടെ കേട്ട് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും എന്തുകൊണ്ട് അൻസിബ കേസ് കൊടുത്തു വന്നു. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്നും 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ഒരു ആവശ്യം. അൻസിബയെയും പരാതിയിലുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പൂർണ്ണമായി പരിഗണിച്ചിട്ടുമില്ല. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയിലുണ്ടായ ഒരു പ്രശ്നം, അതിൻ്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആദ്യം അൻസിബ കേൾക്കേണ്ടി വന്നത് അൻസിബയുടെ പേരും പറഞ്ഞ് അപവാദം, അതും മഹാനടന്മാരുടെ പേരൊക്കെ വെച്ചാണ് അൻസിബയെ മോശക്കാരിയാക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയ്ക്ക് ഏറെ ഒരു നെഗറ്റീവ് വരണം, ഇങ്ങനെയൊക്കെ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒതുങ്ങുമല്ലോ, ഇല്ലെങ്കിൽ ഒതുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം കാര്യങ്ങൾ നീക്കിയത്. എന്നാൽ അതിനെതിരെ ആദ്യം അൻസിബ പരാതി കൊടുത്തിരുന്നു. പലരെയും വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അങ്ങനൊന്നും നടന്നില്ല എന്നാണ് അവിടെ പ്രസിഡൻ്റായ ശ്വേതാമേനോൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അവിടെ നിർത്തുകയാണ്, ഇത് അൻസിബയ്ക്ക് വെറുതെ തോന്നിയതാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലാണ് അന്നത് ക്ലോസ് ചെയ്തത്. അന്ന് ലക്ഷ്മിപ്രിയയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ലക്ഷ്മിപ്രിയ എന്നെ പറയുന്നുണ്ട് അൻസിബയ്ക്കെതിരെയും അതുപോലെ തന്നെ മഹാനടനെതിരെയും അപവാദം പ്രചരിപ്പിച്ചത് അവിടെയുള്ള ഒരു അംഗമാണെന്ന്. അതെല്ലാവർക്കും മനസ്സിലായതാണ്, അതിൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട് എന്ന് തന്നെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞു വെച്ചത്. എന്നിട്ടും അതിനെതിരെ നടപടി എടുത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ആദ്യം ചർച്ച ചെയ്തത് ആരും അൻസിബയെ ആക്ഷേപിച്ചില്ല, ഇല്ലെങ്കിൽ അപവാദം പറഞ്ഞ് നടന്നില്ല എന്നുള്ള കാര്യം അന്നും അമ്മയുടെ പ്രസിഡന്റ് അങ്ങനെ അങ്ങ് ആ ചർച്ച ക്ലോസ് ആക്കി. അവിടെയൊക്കെ ലക്ഷ്മിപ്രിയയുടെ ഇന്റർവ്യൂ കേട്ടവർക്ക് മനസ്സിലാവും അപവാദ പ്രചരണം നടത്തി എന്നുള്ളത്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? അതുല്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട് അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഇവിടേക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അൻസിബയെ അവർ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. കാരണം അൻസിബ അവിടെ ഉള്ളിടത്തോളം കാലം പല പരിപാടികളും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. എങ്ങനെയെങ്കിലും അമ്മയിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകണം. അവസാനം സ്വയം ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് വളരെ ആർജവത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നു പറയുകയും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇവിടേക്ക് ഇപ്പോഴും മറുവശത്ത് ഇരിക്കുന്ന ആളുകളെ ആരാണ് സംരക്ഷിക്കുന്നത്? പെൺകുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയെ പിടിച്ച് മുന്നിൽ നിർത്തി
പ്രസിഡൻ്റാക്കി. എന്നിട്ട് അവർ തന്നെയാണ് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദ്രോഹിക്കുന്നത്. അതായത് ഒരു ചർച്ച പോലും ചെയ്യുന്നില്ല. അൻസിബ നൽകിയ പരാതിയിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്നാണ് അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ബാക്കിയുള്ളവരവിടെ കടിച്ചു നിൽക്കുന്നത്? നാളെ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. പല പുരുഷന്മാരും കയറി ഇതുപോലെ പല വാക്കുകളും പറയും, അതുപോലെ തന്നെ അപവാദം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അപ്പോഴൊന്നും നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. കാരണം പരാതി കൊടുത്ത ആളുകളെല്ലാം ഇപ്പോഴും പെട്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. കുറച്ച് കഴിയുമ്പം ഇതെല്ലാം നാറി തണുക്കുമല്ലോ. അപ്പം നൈസായിട്ട് എല്ലാം കൈകാര്യം ചെയ്ത് വരുതിയിൽ വരുത്താം എന്നായിരിക്കും അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുമ്പം അവർ വിചാരിച്ചതിൻ്റെ ഉടനെ നടക്കും. അതിനുവേണ്ടിയായിരിക്കും ഇപ്പോൾ ചർച്ച വേണ്ട തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പലതും പൊട്ടും. അതിനെന്തായാലും തടയിട്ടിരിക്കുകയാണ് അമ്മയുടെ പ്രസിഡന്റ്. ഇനിയിപ്പോൾ പ്രസിഡന്റിനും പണി കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും അമ്മയെന്ന് പറയുന്ന അസോസിയേഷൻ അപവാദ പ്രചരണം നടത്തുന്ന ഒരു അസോസിയേഷനായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. അങ്ങനെയാണ് അവിടെ നടന്നതും അത് തെളിയിക്കുന്നതിനുള്ള ഓഡിയോയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു. അൻസിബയ്ക്ക് നീതി കിട്ടട്ടെ. ടിനി ടോം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.